ഡോക്ടർ മോഹൻ വർഗീസ്, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ വിദേശ നയങ്ങളുണ്ട്. അതിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് രാജ്യത്തിനകത്ത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏത് രീതിയിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കാം, പ്രസംഗവേദികളിൽ വിമർശനം ഉന്നയിക്കാം ഭരണകൂടത്തിനെതിരെ. പക്ഷേ ഒരു വിദേശ വേദിയിൽ പോയിരുന്ന് രാജ്യത്തിനെതിരായി സംസാരിക്കുന്ന നയം എത്രത്തോളം അഭികാമ്യമാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് UN അസംബ്ലിയിൽ പ്രസംഗിക്കുന്നതിനായി കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രമേയത്തെ പാകിസ്ഥാൻ എതിർത്ത അവസരത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ചത് വാജ്പേയി ആയിരുന്നു. അദ്ദേഹമാണെന്ന് പ്രസംഗിച്ചത്. അതായത് ഈ പ്രതിപക്ഷ മര്യാദ എന്നുണ്ട്. ഇവിടെ രാഹുൽ എന്ത് നയത്തിലാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതെന്ന് വേണം കാണാൻ. രോഹിണി, ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ശ്രീ അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പ്രധാനമന്ത്രിയല്ലായിരുന്നു, പ്രതിപക്ഷത്തെ സമുന്നതനായ ഒരു നേതാവായിരുന്ന സമയത്ത്, അദ്ദേഹം ജനസംഘം നേതാവായിരുന്ന സമയത്ത് BJP പോലും ഉണ്ടാകുന്നതിന് മുൻപുള്ളൊരു കാലത്താണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ചെന്ന് കാശ്മീർ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവോ പാർലമെൻറ്റിലെ ഒരു കോൺഗ്രസ് അംഗമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ല, മറിച്ച് പ്രതിപക്ഷത്തെ ഏറ്റവും സമർത്ഥനായ വാഗ്മിയെ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനായി കോൺഗ്രസ് നയിച്ച ഗവൺമെൻറ് വിട്ടത്. അത് ജനാധിപത്യ മര്യാദയാണ്, പ്രതിപക്ഷ ബഹുമാനമാണ്. അവിടെയൊക്കെ ഉയർന്നു കണ്ടത് രാജ്യം ഫസ്റ്റ്, കൺട്രി ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ്. ഇതാണ് ആദ്യത്തെ പ്രധാന കാര്യം. അതായത് പ്രതിപക്ഷ നേതാവാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യേണ്ട ചുമതലയാണ് ഭാരതത്തിന് വെളിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആകട്ടെ സഞ്ചരിക്കുമ്പോൾ ഷോക്കേസിങ് ഇന്ത്യ, അതായത് ഏറ്റവും നല്ല ലൈറ്റിൽ, നല്ല ഒരു വെളിച്ചത്തിൽ ഇന്ത്യയെ വിദേശത്ത് അവതരിപ്പിക്കുക. അത് വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വരാൻ ഇടയാക്കും. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ തലപ്പൊക്കത്തിൽ നിൽക്കും. അത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥ രോഹിണി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലോക ഹൈറാർക്കിയിൽ ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥാനം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, റഷ്യയും ഉക്രൈനും ആവശ്യപ്പെടുന്നു ഇന്ത്യയുടെ മധ്യസ്ഥത. ആ ലെവലിലുള്ള ക്രെഡിബിലിറ്റി ആർജിച്ച രാജ്യം, ആ രാജ്യം മോശമാണ്. ഇവിടെ ആഭ്യന്തരമായ വൈരുദ്ധ്യത്താൽ ഇത് ഉഴലുകയാണ് ഈ രാജ്യം. അത് മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഒരു സാംസ്കാരിക സംഘടന എല്ലാ യൂണിവേഴ്സിറ്റി നിയമനങ്ങളെയും വൈസ് ചാൻസലർ നിയമനങ്ങളെയും അട്ടിമറിക്കുന്നു. ഇന്ത്യയുടെ പാഠ്യ പദ്ധതി തന്നെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ക്രമീകരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന ആ ഒരു ബ്ലൂ ചിപ്പ് കമ്പനി, അതൊരു ഇൻഡസ്ട്രിയൽ ടേംസിൽ നോക്കിയാൽ ആ ബ്ലൂ ചിപ്പ് കമ്പനിയെ വെറും കടലാസ കമ്പനിയായി അവതരിപ്പിക്കുന്നതിന് തുല്യമായി വരും. അതുകൊണ്ടാണ് ഇവിടെ ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ വിഷയമല്ല. ശ്രീ രാഹുൽ ഗാന്ധി നല്ല ഒന്നാന്തരമായി സംസാരിക്കുന്നയാൾ. അദ്ദേഹം വളരെയധികം ഇംപ്രൂവ് ചെയ്ത ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം BJPയെയും പ്രധാനമന്ത്രിയെയും എല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നാടകീയമായ ഒരു പ്രസംഗം നടത്തിയത്, അതൊക്കെ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ തന്നെയാണ്. അതിനകത്ത് കണ്ടന്റും ഉണ്ട്. അതിനകത്തൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യാൻ പര്യാപ്തമാണ്. കുറച്ച് കണ്ടന്റ് ഉണ്ട്. വൈകാരികമായ ഒരു അനുഭവമാണ്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് പാർലമെന്റിന് പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കും. ചിലപ്പോൾ നയങ്ങളെ കടുത്ത വിമർശനം നടത്തും. അതെല്ലാം ജനാധിപത്യത്തിൻ്റെ ചാരുത തന്നെയാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ രാജ്യത്തിനുള്ളിൽ, പക്ഷേ രാജ്യത്തിനുള്ളിൽ പറയേണ്ടത് രാജ്യത്തിനുള്ളിൽ തന്നെയാണ് പറയേണ്ടത്. വിദേശ രാജ്യത്ത് പോയല്ല അത് പറയേണ്ടത്. ആ ഔചിത്യ ബോധമാണ് ഒരു നേതാവിനെ ഒരു സ്റ്റേറ്റ്സ്മാനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഒരു നേതാവാകാൻ എളുപ്പമാണ്, പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതായത് രാഹുൽ ഗാന്ധിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്,
അക്കാഡമിക്കുകളായ എന്നെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുന്ന ഒരാളാകുമ്പോൾ ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ മിന്നലാട്ടങ്ങൾ ഉണ്ടാകണം. അത് പ്രഭാഷണത്തിൻ്റെ മേന്മയോ കണ്ടന്റോ മാത്രം പോരാ, അവിടെയാണ് ഔചിത്യബോധം വേണ്ടി വരുന്നത്. ഇവിടെ ഒരു ജനതയെ മൊത്തം ആഭ്യന്തരമായ ഒരു ജനതയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ഷോക്കേസിംഗ് ആണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അവിടെ ഓവർസീസ് കോൺഗ്രസിൽ കയ്യടി കിട്ടാൻ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയും, കാരണം ആ പാർട്ടിയുടെ തന്നെ വേദിയാണ്. പക്ഷേ ക്യാമറ കണ്ണുകളുടെ മുമ്പിലാണ്. അവിടുത്തെ വെസ്റ്റേൺ മീഡിയ വളരെയധികം, കാരണം അവർ വളരെ ജിറ്ററിയാണ്. ഡോളറിൻ്റെ മേധാവിത്വം ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഭാവിയിൽ. ഇന്ത്യൻ റുപ്പി ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് ചൈനയെയും ഇന്ത്യയെയും റഷ്യയെയും ബ്രിക്സ് രാജ്യങ്ങളെ പ്രത്യേകിച്ചും വളരെ സംശയത്തോടു കൂടി തന്നെയാണ് ഒരു വെസ്റ്റേൺ എസ്റ്റാബ്ലിഷ്മെന്റ് കാണുന്നത്. അപ്പം ഇവിടെ പുഴുക്കുത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ രാജ്യത്ത് ചെന്ന് ഇവിടെ ചില പോരായ്മകളുണ്ട് എന്ന് അവിടെ പറയുമ്പോൾ അവരുടെ ചില കാതുകൾക്കെങ്കിലും അത് ഇമ്പമാകുകയാണ്. അവരത് പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് വളരെ സരസമായി രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നു. അത് അറ്റ് ഔട്ട്സെറ്റ് നല്ല കാര്യമാണെന്ന് തോന്നാം. അതായത് അമേരിക്ക എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വ്യത്യസ്തമായ 13 സംസ്ഥാനങ്ങൾ, അത് പിന്നീട് 50 സംസ്ഥാനങ്ങളായി മാറി, ഒരു യൂണിയനായി മാറി, അതൊരു ഫെഡറേഷനായി മാറി. അമേരിക്കൻ ഫെഡറേഷൻ്റെ വൈവിധ്യങ്ങളെ നിലനിർത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുന്ന ആ ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു സംവിധാൻ എന്നെപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം തന്നെയാണ്. അതിൽ ഭരണഘടനയുടെ ആദ്യത്തെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. 1ാമത്തെ ആർട്ടിക്കിൾ, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതാണ് സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് സ്വതന്ത്രമായിരുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന, നാട്ടുരാജ്യങ്ങളും പ്രോവിൻസുകളുമായിരുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു പ്രത്യേക ഒരു ഫോർമുലയിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ അമേരിക്കയെ പോലെ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഫെഡറലിസവും അമേരിക്കൻ ഫെഡറലിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഒരു അക്കാഡമിക് കാഴ്ചപ്പാട് കൂടി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറേഷനാണ്. അവിടെ ദേശീയതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അമേരിക്കൻ ദേശീയതയും ഇന്ത്യൻ ദേശീയതയും ഒരേ രീതിയിലല്ല വളർന്നു വന്നത്. ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ദേശീയ പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഒരു ദേശീയ പശ്ചാത്തലമാണുള്ളത്. ആ പശ്ചാത്തലത്തെ ഒന്നിപ്പിക്കുന്ന ദേശീയത, ആ ദേശീയത ഉയർത്തിക്കാട്ടുന്ന ഒരു പക്ഷേ BJPയും RSSും ഒക്കെ അതിനോട് യോജിക്കാതിരിക്കാം. അതിന് യോജിക്കാതിരിക്കുന്നത് ഭാരതത്തിനുള്ളിൽ തീർച്ചയായും RSSോ BJPയോ നടത്തുന്ന ഇങ്ങനെയുള്ള സാംസ്കാരിക ദേശീയതയുടെ പറവിൽ നടത്തുന്ന എല്ലാവരും ഒന്നിക്കണം എന്ന് പറയുന്നതിനെ ഘടകവിരുദ്ധമായി നിൽക്കാം. പക്ഷേ വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ച്, അത് ജാതീയവും ഭാഷാപരവും ആയ വൈവിധ്യങ്ങളെ എണ്ണിപ്പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടാണ്. BJPയുടെ കാഴ്ചപ്പാടും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും രണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ തന്ത്രപരമായ ഒരു പിഴവായി വേണം കരുതാൻ. രണ്ടായിരിക്കാം ഒരു പക്ഷേ, ആഭ്യന്തരമായി ഇത് പറയേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പാലിക്കേണ്ട മിനിമം ചില എറ്റിക്കറ്റ്സ് പാലിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് ചെറിയ വീഴ്ച പറ്റി. പക്ഷേ എന്തു പറയുമ്പോഴും ഒരു കാര്യം, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു 2 വേദികൾ നാളെ എന്ത് പറയും, അതായത് ഇന്നത്തെ ദിവസം, നാളെ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പകൽ സമയം ആകാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദിവസം, ഇനി വരാൻ പോകുന്ന ദിവസമാണ് പ്രധാനം. ഈ ദിവസം എന്ന് പറയുന്നത്, അമേരിക്കയിലെ ആ ദിവസം എന്ന് പറയുന്നത് വാഷിങ്ടൺ DC-യിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ സാധ്യതയുള്ള ആളുകളുമായും അനൗപചാരികമായി സംസാരിക്കും. അതാണ് അതിൻ്റെ രീതി. ഒരു പ്രതിപക്ഷ നേതാവ് പോയാൽ പോലും ഭാവി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ അമേരിക്ക ഉൾപ്പെടെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾ കാണുന്നത് മാൻ ഇൻ വെയിറ്റിംഗ്, എ ഗവൺമെൻറ് ഇൻ വെയിറ്റിംഗ് എന്നാണ് പ്രതിപക്ഷത്തെ പറയുക. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് കമലാ ഹാരിസ് ഇന്ത്യയിൽ വന്നാൽ, ഭാവി പ്രസിഡന്റ് എന്ന നിലയിൽ, അല്ലെ ഡൊണാൾഡ് ട്രംപ് വന്നാൽ അത് ഭാവി പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് അല്ല ഭാവി പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ കാണുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭാവി പ്രധാനമന്ത്രിയെ ഒരുപക്ഷെ അമേരിക്ക കാണും. അവിടെ അദ്ദേഹം ഔപചാരികമായി പറയുന്നത് ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2 മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് ഓവർസീസ് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ആണ്, അത് കോൺഗ്രസ്സുകാരാണെന്ന് വേണമെങ്കിൽ പറയാം. 2 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ഇതിനൊരു ഔപചാരിക സ്വഭാവത്തേക്കാൾ കൂടുതൽ അനൗപചാരിക സ്വഭാവമാണുള്ളത്. പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംസാരങ്ങൾ ഔപചാരിക സ്വഭാവമുള്ള സംസാരങ്ങളാണ്. അവിടെയും ഇതേ നിലപാടാണ് എടുക്കുന്നത് എങ്കിൽ സത്യം പറഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.